ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് മാർക്കറ്റിലാണ് കേട്ടോ. ഞാൻ മുന്നേ പോയ ആ ക്രിസ്മസ് മാർക്കറ്റ് അല്ല, ഇത് വേറൊരു സ്ഥലം. അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്, മെട്രോയിലാണ് പോകുന്നത്. ഇത് പോകുന്ന വഴി ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. പുറത്ത് നല്ല തണുപ്പുണ്ടെങ്കിലും ഇന്ന് സൂര്യനൊക്കെ വന്ന് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. അന്ന് അതേ സെയിം ടൈം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ക്രിസ്മസ് മാർക്കറ്റ് സിറ്റിയിലുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്നുള്ള അടുത്തുള്ള ചെറിയൊരു സിറ്റിയിൽ. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ ഈ ക്രിസ്മസ് മാർക്കറ്റ് ഉള്ള സ്ഥലത്തേക്ക്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ടാണെങ്കിൽ പോലും ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. ചില ഷോപ്പുകളെ തുറന്നിട്ടുള്ളൂ കേട്ടോ, നമ്മുടെ ഡ്രസ്സുകളുടെയൊക്കെ പോലത്തെ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ തന്നെ. അതുപോലെ തന്നെ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഇരുട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ സിറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ബെഡ് സാൽസുങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും കാണാൻ ഭംഗിയും കൂടുതൽ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. പിന്നെ തണുപ്പിന്റെ കാര്യം പറയണ്ട, എൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല. മോൾക്ക് അധികം തണുപ്പ് തട്ടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ജാക്കറ്റിന്റെ ഉള്ളിലാക്കിട്ടോ അവളെ. ഇന്ന് വന്നിട്ടുള്ളത് ഐസ്നാവ് ഭാഗത്തുള്ള ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു ഭാഗത്ത് തണുത്തിട്ട് വായ തുറക്കാൻ പറ്റുന്നില്ല, ഫ്രീസായിട്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ബാക്കി കാണിച്ചു തരാം. മോള് ഭയങ്കര നല്ല തണുപ്പുണ്ടെന്ന് -6 കാണിക്കുന്നത്. അപ്പോൾ മോളെ ഞാൻ ജാക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കവർ ചെയ്തേക്കാണ് കേട്ടോ, അവൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു. ഇവിടെ വിൻ്റർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആകെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ്സ് എന്ന് പറയുന്നതാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർ നമ്മുടെ വീടിൻ്റെ അവിടെ ഉള്ളത് മാത്രമായിരിക്കില്ല, ഇതുപോലെ ഓരോ സിറ്റികളിലും അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് ഇതുപോലെ കാണും കേട്ടോ ഇവിടെയുള്ള ആൾക്കാർ. പിന്നെ ഈ ടേബിളിലത്തെ ആ പൈപ്പിൽ സോസാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയ്ക്കും സോസ് ആ പൈപ്പ് ഞെക്കി ഞെക്കി എടുക്കാം കേട്ടോ. അത് വെറൈറ്റി ഉണ്ടല്ലേ. പിന്നെ ഉണ്ടല്ലോ ഇവിടെ മെയിനായിട്ട് ഫുഡ് സ്റ്റോളുകൾ തന്നെയാണ് കേട്ടോ കൂടുതലും ഉണ്ടായിരിക്കുക. പലതരത്തിലുള്ള വെറൈറ്റീസ് ഫുഡുകൾ കിട്ടും. ഇപ്പം ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഇതുപോലെ ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കുറച്ച് ഭംഗിയായിട്ട് കുറച്ച് അറേഞ്ച്മെൻറ്റ്സുകൾ അവർ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇവിടെ കിട്ടുന്നത് ഹോട്ട് വൈൻ ആണ് കേട്ടോ. ഈ തണുപ്പത്ത് എല്ലാവരുടെ കയ്യിലും ഒരു കപ്പ് ഹോട്ട് വൈൻ കാണുന്നുണ്ട്. അത് കുടിക്കുമ്പോഴാണ് തോന്നുന്നു ഇവിടെ ഉള്ളവർക്കൊന്നും അധികം തണുപ്പ് ഫീൽ ചെയ്യാത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്ടെല്ലയുടെ ഷോപ്പ്, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെയുള്ള കോമൺ ആയിട്ട് കാണുന്ന എല്ലാ തരത്തിലുള്ള ഫുഡ് സ്റ്റോളുകളും ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ സാന്റേനെ കണ്ടു. സാന്റയുടെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. എന്തോ ഡ്രാമ നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു, പക്ഷെ ഒന്നും കണ്ടില്ല. ഒരുപാട് പേര് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നു, പക്ഷെ പ്രത്യേകിച്ചൊന്നും അവിടെ നടന്നില്ല. അപ്പം ഞങ്ങൾ പതുക്കെ ബാക്കി സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു. അവിടെയുള്ള ഒരു വലിയ ക്രിസ്മസ് ട്രീ നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ താഴെക്കൂടെ ഒരു കുഞ്ഞു ട്രെയിൻ പോണു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ആൾ അതിൽ ചാടി പൊത്തിപ്പിടിച്ച് കയറി ഇരിപ്പായി. ചുമ്മാ കയറാൻ പറ്റില്ല കേട്ടോ, അതിനും നമ്മൾ പൈസ കൊടുക്കണേ. വരും, എല്ലാ കുട്ടികളും കയറണ്ടേ? അവനാദ്യമായി കയറിയിരിക്കണോണ്ടേ.
അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു, ഒരുപാട് നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വിശന്നു തുടങ്ങി കേട്ടോ. പിന്നെ നമുക്ക് പറ്റിയ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റോളുകൾ കയറി ഇറങ്ങി നടന്നു കേട്ടോ. ഈ കാണുന്ന ഷോപ്പ് മീറ്റ് ഐറ്റംസ് ആണ് കേട്ടോ കിട്ടുക. അതിലവർ ചിക്കൻ ആണെങ്കിൽ പ്രത്യേകം പറയും, അതല്ലാത്ത മീറ്റ് മുഴുവൻ പോർക്കിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ ഫുഡ് ഐറ്റംസുകൾ നോക്കി ഇങ്ങനെ ഷോപ്പുകൾ കയറി ഇറങ്ങി നടക്കുമ്പോൾ ഈ ഷോപ്പ് എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതാവുമ്പോൾ നമ്മുടെ പുത്രന് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഉണ്ടല്ലോ, തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം കൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അന്വേഷിച്ച് നടക്കായിരുന്നു കേട്ടോ. ഇരുന്ന് കഴിക്കാനും പറ്റാവുന്ന അവസ്ഥയായിരുന്നില്ല, അത്രയും തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഗ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് കൈ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് നല്ല തിരക്കുള്ള കാരണം കൊണ്ട് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തീ കണ്ടപ്പോൾ അവിടെ പോയിട്ട് കൈയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഫസ്റ്റ് ചെയ്ത പരിപാടി. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി നിന്നത്. അതിന് വലിയൊരു ക്യൂ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ്, അതായത് ഫ്രഞ്ച് ഫ്രൈസിന് തന്നെ ഒരുപാട് ഫ്ലേവറിൽ അവരവിടെ കൊടുക്കുന്നുണ്ട്. ഓരോത്തിനും ഓരോ റേറ്റാണ്. അപ്പോൾ നമ്മൾ മെക്സിക്കൻ ഫ്ലേവറിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ മേടിച്ചത്. അതായത് അതിൻ്റെ സോസ് എല്ലാതും മെക്സിക്കൻ സ്റ്റൈലിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മേടിച്ചു, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിന് വേണ്ടിയിട്ട് ഗ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കൈ ഊരേണ്ടി വന്നു, കാരണം മോന് വായലൊക്കെ വെച്ച് കൊടുക്കേണ്ടതാണല്ലോ. അങ്ങനെ എൻ്റെ കൈ മരവിച്ച് ഫ്രീസായി പോയിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ആ തീരുള്ളിൽ കൈ കൊണ്ട് ഇട്ടില്ലാന്നേ ഉള്ളൂ. കുറേ നേരം അവിടെ അങ്ങനെ നിന്നു. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കിട്ടിയ ഫുഡ്, പറയാതിരിക്കാൻ പറ്റില്ല. 3 സോസും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്നതും ബാക്കി കാര്യങ്ങളും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഫ്രീസായി എൻ്റെ കൈ ഒരുപാട് നേരത്തേക്ക് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. രാത്രിയായി. നമ്മളങ്ങനെ നമ്മുടെ ബെഡ് സാസോണിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി പുതിയ വ്ളോഗിൽ വീണ്ടും കാണാം.